ഈ പ്രാവശ്യത്തെ കുംഭഭരണി ഭയങ്കര ശോകമായിരുന്നു ഗൈസ്. പീരീഡ്സ് കാരണം അമ്പലത്തിൽ പോകാനോ കുത്തിവട്ടത്തിന് പോകാനോ ഒന്നും പറ്റിയില്ല. കുംഭഭരണി ദിവസമായിട്ട് രാവിലെ ഞങ്ങൾ കൊഞ്ചുമാങ്ങയൊക്കെ വെക്കാമെന്ന് തീരുമാനിച്ചു. കൊഞ്ചുമാങ്ങയ്ക്കുള്ള മാങ്ങ വീട്ടിൽ പോകണമായിരുന്നു. കുടുംബത്ത് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അമ്മ മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഞങ്ങളെയും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം ഇന്നലെ പെങ്ങളുടെ അടുത്ത് പോയപ്പം പെങ്ങൾ പറഞ്ഞ് ഗോതമ്പ് പുട്ടും സാമ്പാറും സൂപ്പറാണ്. അപ്പോൾ ആങ്ങളൊക്കെ അത് കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പം ഞാൻ പിന്നെ രാവിലെ ഗോതമ്പ് പുട്ട് സാമ്പാറൂടെ റെഡിയാക്കി. പിന്നെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ ഗോതമ്പ് പുട്ട് സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് പതുക്കെ കുംഭഭരണിയല്ലേ, നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിലും ദേവിയുടെ തിരുനാളായിട്ട് കൊഞ്ചുമാങ്ങയൊക്കെ വെച്ചിട്ട് ശരിയാവത്തില്ലല്ലോ. പിന്നെ ഏട്ടനാണെങ്കിൽ ഭയങ്കര വൃത്തിയാക്കലൊക്കെ ആയിരുന്നു. ഫാനൊക്കെ എടുത്ത് അഴിച്ച് അത് വൃത്തിയാക്കലും അതിൻ്റെ പരിപാടിയിലൊക്കെ ആയിരുന്നു. ആ സമയം കൊണ്ട് ചന്തുമോൻ എക്സാം തുടങ്ങും 20-ാം തീയതി. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ആ സൈഡിലിരുന്ന് ഹിന്ദി എഴുതി പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പഠിത്തമൊക്കെ അവർ പഠിക്കുകയും അവിടെ ജോലി ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ കുഞ്ചുമാങ്ങ വെക്കുന്നതിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പം ചേച്ചിയാണെങ്കിൽ കുറച്ച് ചക്ക പഴുത്തത് തന്നു വിട്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പം. പിന്നെ ഞങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ചക്ക കഴിച്ച് ആ സമയം ആനന്ദകരമാക്കി. ഇവിടെ അപ്പായിക്കും മൂക്കും പഴുത്തേക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് രണ്ടുപേരും ഒട്ടും കഴിച്ചില്ല. ചക്ക കഴിച്ചത് കാരണം ഫുഡ് കഴിക്കാൻ ഞങ്ങൾ താമസിച്ചു. 2 മണിയൊക്കെ ആയി കഴിച്ചപ്പം. ചെറിയ രീതിയിലുള്ള എന്നത്തേനെക്കാട്ടും കുറച്ചുകൂടെ കറികളൊക്കെ ഉണ്ടാക്കിയിരുന്ന പപ്പടം, കൊഞ്ചുമാങ്ങ, സാമ്പാർ, ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, ബീട്രൂട്ട് തോരൻ, അവിയൽ, സലാഡ്, ഇത്രയായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഊണിനുള്ള വിഭവങ്ങൾ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. പിന്നെ കുംഭഭരണിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് 3 പേർക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പോകാൻ പറ്റത്തില്ലല്ലോ, ഇനി അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഏട്ടൻ എന്നെ വൈകിട്ട് ചായ കുടിക്കാൻ കൊണ്ടുപോയി. ഞങ്ങൾ ഈ സ്പോട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് ഏട്ടനെ ഞാൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഞങ്ങൾ എൻ്റെ അവിടെ പോയിരുന്ന് മിക്കപ്പോഴും ബൂസ്റ്റ് ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് ബൂസ്റ്റിൻ്റെ ചായയൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ കഴിക്കാനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ രാത്രിയിൽ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. പിന്നെ മോനോട് അത് ഏറ്റെടുത്തു. പിന്നെ പുഴുക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അമ്മയുടെ അച്ഛനും കൂടെ പുഴുക്കൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.